അമേരിക്കൻ പരുത്തി ഉപയോഗിച്ച് ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് 0%, ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് 18% താരിഫ് നൽകേണ്ടി വരും. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള വസ്ത്രങ്ങൾക്ക് ഇന്ത്യയുടേതിനേക്കാൾ വിലക്കുറവിൽ അമേരിക്കയിൽ നിന്ന് ലഭിക്കും. US ബംഗ്ലാദേശ് കരാറിലെ ചില വ്യവസ്ഥകൾ ഇന്ത്യ കയറ്റുമതിക്കാരെയും പരുത്തി വ്യാപാരികളെയും ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ഇന്ത്യയുമായി വ്യാപാര കരാറിൽപ്പെട്ട ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സുപ്രധാന നീക്കവുമായി അമേരിക്ക മുന്നോട്ട് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ താരിഫ് 19% കുറച്ചുകൊണ്ട് അമേരിക്ക പുതിയ കരാർ പ്രഖ്യാപിച്ചു. അമേരിക്കയുമായുള്ള കരാറിലൂടെ ഇന്ത്യയുടെ താരിഫ് നിരക്ക് 50% നിന്ന് 18% കുറച്ചിരുന്നു. ബംഗ്ലാദേശ് 19%, പാകിസ്ഥാൻ 19%, വിയറ്റ്നാം 20%, ചൈന 30% എന്നിവയേക്കാൾ കുറഞ്ഞ നിരക്ക് ലഭിച്ചത് ഇന്ത്യൻ വസ്ത്ര കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ പുതിയതായി പ്രഖ്യാപിച്ചിട്ടുള്ള US ബംഗ്ലാദേശ് കരാറിലെ ചില വ്യവസ്ഥകൾ ഇന്ത്യക്ക് കയറ്റുമതിക്കാരെ പരുത്തി വ്യാപാരികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ താരിഫ് 20% നിന്ന് 19% കുറച്ചതിനു പുറമെ അമേരിക്കൻ പരുത്തി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് 0% നികുതി ഏർപ്പെടുത്താനും കരാറിൽ വ്യവസ്ഥയുണ്ട്. ഇത് ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതിയെ കാര്യമായി തന്നെ ബാധിച്ചേക്കാം. ഇന്ത്യയുമായി അമേരിക്ക കരാർ പ്രഖ്യാപിച്ചതോടെ ഏറ്റവും ആശ്വാസവും ആവേശവും പങ്കുവച്ചത് വസ്ത്ര കയറ്റുമതി മേഖലയായിരുന്നു. ഇന്ത്യയുടെ തുണിത്തര കയറ്റുമതിയുടെ ഏകദേശം $10.5 മില്യൺ ഇതിനകം അമേരിക്കയിൽ നിന്നാണ്. രാജ്യത്തു നിന്നുള്ള എല്ലാ തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും കയറ്റുമതിയുടെ ഏകദേശം 30% US-ലേക്കാണ് പോകുന്നത്. പുതിയ കരാർ വരുന്നതോടെ അമേരിക്കൻ പരുത്തി ഉപയോഗിച്ച് ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് 0% ആകും. ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് 18% താരിഫ് നൽകേണ്ടിയും വരും. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള വസ്ത്രങ്ങൾ ഇന്ത്യയുടേക്കാൾ വിലക്കുറവിൽ അമേരിക്കയിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ബംഗ്ലാദേശ് ലോകത്തിലെ ഏറ്റവും വലിയ പരുത്തി ഇറക്കുമതി രാജ്യമാണ്. മാത്രമല്ല ഇന്ത്യൻ പരുത്തി ഏറ്റവും കൂടുതൽ വാങ്ങുന്നവരും അവരാണ്. കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ ഇന്ത്യയുടെ പരുത്തി കയറ്റുമതിയുടെ 70% ബംഗ്ലാദേശിലേക്കായിരുന്നു പോയിരുന്നത്. പുതിയ കരാർ പ്രകാരം ബംഗ്ലാദേശ് അമേരിക്കയിൽ പരുത്തിയെ കൂടുതൽ ആശ്രയിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യൻ പരുത്തി വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാകും. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശ് തുണിത്തരങ്ങളുടെ കയറ്റുമതിയിലെ സീറോ താരിഫ് വ്യവസ്ഥ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇരട്ടി പ്രഹരമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ബംഗ്ലാദേശിന് 0% താരിഫ് നൽകുന്നത് ഇന്ത്യൻ കർഷകർക്കും നൂൽ നിർമ്മാതാക്കൾക്കും തിരിച്ചടിയാകുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ചുരുക്കത്തിൽ US ബംഗ്ലാദേശ് വ്യാപാര കരാർ ഇന്ത്യയെ 2 തരത്തിൽ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമതായി ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്കുള്ള പരുത്തി കയറ്റുമതി കൂടുതൽ കുറഞ്ഞേക്കാം. രണ്ടാമതായി ബംഗ്ലാദേശിനുള്ള സീറോ താരിഫ് വ്യവസ്ഥ ഉയർന്ന ചെലവുകൾ കാരണം ഇന്ത്യൻ തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും മത്സരക്ഷമത കുറയ്ക്കും. കൂടാതെ ബംഗ്ലാദേശിലെ കുറഞ്ഞ കൂലിയും അവർക്ക് ആഗോള വിപണിയിൽ കൂടുതൽ മുൻതൂക്കം നൽകുന്നു. നിലവിൽ ബംഗ്ലാദേശിലെ വസ്ത്രനിർമ്മാണത്തിന് ആവശ്യമായ പരുത്തിയും നൂലും വൻതോതിൽ നൽകുന്നത് ഇന്ത്യയാണ്. 2024 മാത്രം ലക്ഷക്കണക്കിന് ഡോളർ പരുത്തി ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ നയതന്ത്ര വിജയമായാണ് ഇതിനെ കാണുന്നത്. അമേരിക്കൻ തൊഴിലാളികൾക്കും ബിസിനസ്സുകൾക്കും ഗുണകരമാകുന്ന കരാറാണെന്ന് US ട്രേഡ് പ്രതിനിധി ജാമിസൺ ഗീർ പറഞ്ഞു. ദക്ഷിണേഷ്യയിൽ അമേരിക്ക ഒപ്പിടുന്ന ഇത്തരത്തിലുള്ള ആദ്യ കരാറാണിത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് എത്തിയതായി ബംഗ്ലാദേശ് ചീഫ് അഡ്വൈസർ മുഹമ്മദ് യുനൈസ് പ്രതികരിച്ചു. കഴിഞ്ഞ മാസം യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒപ്പിട്ട കരാർ വഴി ഇവിടെ നികുതിയില്ലാതെ വസ്ത്രങ്ങൾ വിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ബംഗ്ലാദേശ് പ്രതിനിധിയുമായി റെഡിമെയ്ഡ് വസ്ത്രങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ പരുത്തി നൂൽ, തുണിത്തരങ്ങൾ, ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. അമേരിക്കയുമായുള്ള അന്തിമ കരാർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഈ വിഷയങ്ങൾ ഇന്ത്യ ഇടപെടുകയും അനുകൂലമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.